കഴിഞ്ഞ ദിവസം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ 18ാം ലോക്സഭയിലേക്കുള്ള 543 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചിരുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ 7 ഘട്ടങ്ങളായി ഈ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഡേറ്റുകളും ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് കവർ ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ നമ്മൾ വിശദമായി പരിശോധിക്കുന്നു. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ടോട്ടലൈസർ വോട്ടിംഗ് കൺസെപ്റ്റ് എന്ന സംഭവം നടപ്പിലാവുമോ അതിനെപ്പറ്റിയും നമ്മൾ വിശദമായി ഒന്ന് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ ഒരുപക്ഷെ ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം. 7ാമത്തെയും അവസാനത്തേതുമായ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 3 സംസ്ഥാനങ്ങളിലാണ്: ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, അതുപോലെ തന്നെ ബീഹാർ. ചിലർക്കെങ്കിലും സംശയം തോന്നിയേക്കാം, ഉത്തർപ്രദേശുമായി താരതമ്യം ചെയ്യുമ്പോൾ ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും അത്രത്തോളം ലോക്സഭാ സീറ്റുകളില്ല, എന്നിട്ടും എന്തുകൊണ്ടാണ് 3 ഘട്ടങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലും ഈ 3 സംസ്ഥാനങ്ങളും ഉൾപ്പെടുന്നത്? ആ കാര്യങ്ങൾ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നതാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ 7 ഘട്ടമായാണ് 18ാം ലോക്സഭയിലെ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്. ആദ്യ ഘട്ടം ഏപ്രിൽ 19 ആരംഭിക്കുന്നു. രണ്ടാമത്തെ ഘട്ടം ഏപ്രിൽ 26, മൂന്നാമത്തെ ഘട്ടം മെയ് 7, നാലാമത്തെ ഘട്ടം മെയ് 13, അഞ്ചാമത്തെ ഘട്ടം മെയ് 20, ആറാമത്തെ ഘട്ടം മെയ് 25, ഏഴാമത്തേതും അവസാനത്തേതുമായ ഘട്ടം ജൂൺ 1-ാം തീയതി. നമുക്കിനി പരിശോധിക്കാം ഏതൊക്കെ സംസ്ഥാനങ്ങൾ എത്രയൊക്കെ ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു പോകുന്നു എന്ന്. ചില സംസ്ഥാനങ്ങൾ ഒരു ഘട്ടം തെരഞ്ഞെടുപ്പിൽ തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമ്പോൾ മറ്റു ചില സംസ്ഥാനങ്ങൾ 2 അല്ലെങ്കിൽ 3, ചില സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് എല്ലാ 7 ഘട്ടങ്ങളിലൂടെയും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിലൂടെയാണ്. നിങ്ങൾക്കിതിൽ കാണാവുന്നത് പോലെ തന്നെ 22 സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറീസും ഒരു ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നതാണ്. ഒരുപക്ഷെ അതിന്റെ അർത്ഥം അവരുടെ ഈ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പെല്ലാം ആദ്യഘട്ടമായ ഏപ്രിൽ 19 തന്നെ നടക്കുന്നു എന്നല്ല. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കാം, പക്ഷെ ഒരു ഘട്ടത്തിൽ തന്നെ അവരുടെ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാകുന്നു. അതുപോലെ തന്നെ കർണാടക, രാജസ്ഥാൻ, ത്രിപുര, മണിപ്പൂർ എന്നീ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായി സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നു. 3 ഘട്ടങ്ങളായിട്ടുള്ളത് ഛത്തീസ്ഗഡ്, ആസാം എന്നീ സംസ്ഥാനങ്ങളിലാണ്. 4 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്. 5 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിലാണ്. പിന്നെയുള്ളത് 7 ഘട്ടങ്ങളിലായിട്ടുള്ളതാണ്. അത് ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ. ഉത്തർപ്രദേശ് സ്വാഭാവികമായിട്ടും യാതൊരു സംശയവുമില്ല, ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ തവണയും ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ ഘട്ടങ്ങളിലൂടെ തെരഞ്ഞെടുപ്പിൽ കടന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത കാലത്തായി ബീഹാറും വെസ്റ്റ് ബംഗാളും അതേ ട്രെൻഡിൽ തന്നെ ഫോളോ ചെയ്യുന്ന 2 സംസ്ഥാനങ്ങളാണ്. അതിന്റെ കാരണവും വേറൊന്നുമല്ല, ഈ 2 സംസ്ഥാനങ്ങളിലും കൂടുതൽ തെരഞ്ഞെടുപ്പ് വയലൻസും സാധ്യതകളും എല്ലാം മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ 2 സംസ്ഥാനങ്ങളിലും ബീഹാറും വെസ്റ്റ് ബംഗാളും എല്ലാ ഘട്ടങ്ങളിലൂടെയും കൂടുതൽ ക്രമസമാധാന നില കൂടുതൽ ഉറപ്പുവരുത്തി യാതൊരു അക്രമ സംഭവങ്ങളും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഈ 3 സംസ്ഥാനങ്ങളിലും ഈ പ്രത്യേകിച്ച് ബീഹാറിലും വെസ്റ്റ് ബംഗാളിലും മുന്നൊരുക്കങ്ങൾ കൂടുതലായി നടത്തുന്നതിന് വേണ്ടിയാണ് 7 ഘട്ടങ്ങളായി സ്പ്രെഡ് ചെയ്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പക്ഷെ പല രാഷ്ട്രീയ കക്ഷികളും ഇതിനെ വിമർശിച്ച് എല്ലാ ഘട്ടങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ടേൺ ഔട്ട്, അതായത് വോട്ട് ചെയ്യുന്ന പെർസെന്റേജ് കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു പരാതിയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യായമായ കാര്യം, അവരുടെ ഒരു റീസണിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ അക്രമ സംഭവങ്ങൾ കുറച്ച് കൂടുതൽ ക്രമസമാധാനം നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ 2 സംസ്ഥാനങ്ങളിലും 7 ഘട്ടങ്ങളിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നമ്മൾ ഇവിടെ എടുത്ത് ചിന്തിക്കേണ്ടത്, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ഒരൊറ്റ ഘട്ടത്തിലായി പൂർത്തിയാക്കുന്നതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് 2ാമത്തെ ഘട്ടത്തിലാണ് നടക്കുന്നത് എങ്കിലും നമ്മുടെ 20 കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഉള്ള തെരഞ്ഞെടുപ്പ് ഒറ്റ ഘട്ടത്തിൽ തന്നെ അവസാനിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്ന ഓരോ സംസ്ഥാനങ്ങളിലെ ഒരു ഡിഫറെന്റ് പിക്ചറൈസേഷൻ ആണ് ഇത്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓരോ സംസ്ഥാനങ്ങളും ഏതൊക്കെ ഘട്ടത്തിലൂടെയാണ് കടന്നു എന്നതാണ് ഈ ഡയഗ്രത്തിലൂടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ ഏപ്രിൽ 19, അതായത് നിങ്ങൾ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്ലൂ കളറിലുള്ള സർക്കിൾസ് ആണ്. ഏപ്രിൽ 19-ാം തീയതി ആദ്യഘട്ടത്തിൽ കുറെ സംസ്ഥാനങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുന്നത്. അതായത് നിങ്ങൾ കാണാവുന്നത് പോലെ അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, തമിഴ്നാടു,
ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, പുതുച്ചേരി, ഉത്തരാഖണ്ഡ് അവരെയെല്ലാം ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതായത് ഏപ്രിൽ 19 അവരുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കുന്നു. എന്നാൽ നിങ്ങൾ നേരെ താഴോട്ട് നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം രാജസ്ഥാൻ, ത്രിപുര, മണിപ്പൂർ അവരുടെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നു. പക്ഷെ അത് പിന്നെ അത് രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നു. പച്ച കളർ നിങ്ങൾക്ക് കാണാം. അതായത് ഏപ്രിൽ 26 കൂടി ആ ഈ 3 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. പിന്നെ കാണാൻ സാധിക്കുന്നത് അസം, ഛത്തീസ്ഗഡ്. അസം, ഛത്തീസ്ഗഡ് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നു, രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നു. പിന്നെ മൂന്നാം ഘട്ടം അതായത് മെയ് 7 അവിടെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. പിന്നെ മധ്യപ്രദേശ് നിങ്ങൾക്ക് കാണാവുന്ന അടുത്തത് മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ് ആദ്യഘട്ടം 19 ആരംഭിക്കുന്നു, ഏപ്രിൽ 26, പിന്നെ മെയ് 7, മെയ് 13 അങ്ങനെ 4 ഘട്ടത്തിലായിട്ടാണ് അവസാനിക്കുന്നത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയും ജമ്മു കാശ്മീർ നിങ്ങൾക്ക് കാണാം ആദ്യഘട്ടത്തിൽ അവസാനിച്ച് പിന്നെയുള്ള ആ 5 ഫേസസിലൂടെയും കടന്നു പോയിട്ടാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. അതായത് മെയ് 20. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ബീഹാറും യുപിയും വെസ്റ്റ് ബംഗാളും ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നുണ്ട് എങ്കിലും എല്ലാ 7 ഘട്ടത്തിലൂടെയും അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എന്നിട്ട് അവരുടെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് ജൂൺ 1-നാണ്. ഓരോ ഘട്ടം തെരഞ്ഞെടുപ്പിനും ആവശ്യമായ വ്യത്യസ്ത തീയതികളാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. ഞാനിത് 7 ഫേസുകളും ഞാൻ ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഒരു ധാരണയ്ക്ക് വേണ്ടി ഫേസ് 1ഉം ഫേസ് 2ഉം അതായത് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മാത്രമേ ഞാൻ ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നുള്ളൂ. രണ്ടാം ഘട്ടം നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രണ്ടാം ഘട്ടമാണ്. അതുകൊണ്ട് രണ്ടാം ഘട്ടം കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നു. പക്ഷേ ഈ ടൈം ലൈൻ 7 ഘട്ടങ്ങൾക്കും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി പരിശോധിക്കാവുന്നതാണ്. ഇത് ആദ്യഘട്ടത്തെ കണക്കാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ 16-ാം തീയതി ഓൾറെഡി നമ്മുടെ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ ഓൾറെഡി തെരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ഇതിന്റെ ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് മാർച്ച് 20-ാം തീയതിയാണ്. അതായത് അടുത്ത ബുധനാഴ്ച. പിന്നെ നോമിനേഷൻ അതായത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 27-ാം തീയതിയാണ്. പിന്നെ അതിന്റെ സൂക്ഷ്മ പരിശോധന നടക്കുന്നത് മാർച്ച് 28-ന്. അപേക്ഷ വിഡ്രോ ചെയ്യാനുള്ള പിൻവലിക്കുവാനുള്ള അവസാന തീയതി മാർച്ച് 30. തെരഞ്ഞെടുപ്പിന്റെ തീയതി ഏപ്രിൽ 19. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ തീയതി ഏപ്രിൽ 19. വോട്ടെടുപ്പ് നടക്കുന്നത് എല്ലാ ഘട്ടങ്ങളിലും ഒരുമിച്ച് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അത് ജൂൺ 4-ാം തീയതിയാണ്. ചൊവ്വാഴ്ചയാണ് ജൂൺ 4-ാം തീയതി. ഇതാണ് നമ്മുടെ ഫേസ് 1ന്റെ വിശദമായ ഡേറ്റുകൾ. അതുപോലെ തന്നെ നമ്മൾ ഫേസ് 2ലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരള സംസ്ഥാനം ഉൾപ്പെടുന്നത് ഫേസ് 2 തെരഞ്ഞെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അനൗൺസ്മെന്റ് യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വ്യത്യാസമില്ല. 16-ാം തീയതിയും 28-ാം തീയതി. പക്ഷേ നോമിനേഷൻ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 4-ആണ്. സൂക്ഷ്മ പരിശോധന നടത്തുന്ന തീയതി ഏപ്രിൽ 5. അപേക്ഷ വിഡ്രോ ചെയ്യുവാനുള്ള പിൻവലിക്കുവാനുള്ള അവസാന തീയതി ഏപ്രിൽ 8. നമ്മുടെ സംസ്ഥാനത്തുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 26-ാം തീയതി വെള്ളിയാഴ്ചയാണ്. വോട്ടെടുപ്പ് വ്യത്യാസമൊന്നുമില്ല. ജൂൺ 4-ാം തീയതി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പിന്റെ ഒരുമിച്ച് തന്നെ. അതുപോലെ തന്നെ എടുത്തു സൂചിപ്പിക്കേണ്ട ഒരു വസ്തുത കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണ്. കർണാടക മലയാളികൾക്ക് വേണ്ടിയിട്ട് 2 ഘട്ടത്തിലായിട്ടാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏപ്രിൽ 27-ാം തീയതി, അതായത് ഫേസ് 2-ൽ. തുടർന്ന് ഫേസ് 3-ൽ ആണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത്. ഏപ്രിൽ 26-ലും അതായത് മെയ് 7-നും 2 ഘട്ടങ്ങളായിട്ടാണ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വേറൊരു ചർച്ചയാണ് ടോട്ടലൈസർ രീതിയിലുള്ള വോട്ട് കൗണ്ടിംഗ് ഇത്തവണ ഉണ്ടാവുമോ എന്നുള്ളത്. ടോട്ടലൈസർ കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എല്ലാ വോട്ടുകളും ഒരുമിച്ച് ചേർത്ത് എണ്ണുക. അതായത് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിലെ വോട്ട് എണ്ണുന്നത് നമുക്കറിയാം. ഓരോ ബൂത്ത് നിയമസഭയിലാണെങ്കിൽ ഓരോ ബൂത്ത് ക്രമം പ്രകാരമാണ്. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങളുടെ ഗണത്തിൽപ്പെടുത്തിയാണ് സാധാരണയായി വോട്ടുകൾ എണ്ണുന്നത്. പക്ഷേ ആ രീതി മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ ബൂത്തുകളെയും ഒരുമിച്ച് പരസ്പരം ഘടിപ്പിച്ച് ഇതെല്ലാം വോട്ടുകളെല്ലാം മിക്സ് ചെയ്ത് ഒരുമിച്ച് എണ്ണുന്ന രീതിയാണ് ടോട്ടലൈസർ മെത്തേഡ് എന്ന് പറയുന്നത്. അന്നേരം ടോട്ടലൈസർ മെത്തേഡിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മണ്ഡലത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കൂടുതൽ സ്വാധീനമുള്ളത് എന്ന കാര്യം ഒന്നും അതിലൂടെ അറിയുവാൻ സാധിക്കുകയില്ല. അതൊരു പക്ഷേ ഗുണവും ദോഷവുമായി രാഷ്ട്രീയ പാർട്ടികൾ കാണുന്നുണ്ടാവാം.
ആഹ് അന്നേരം അങ്ങനെ ഒരു ബൂത്തിനെയും അല്ലെങ്കിൽ ഒരു മണ്ഡലത്തെയും നമുക്ക് അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുവാൻ സാധിക്കില്ല. അതാണ് ടോട്ടലൈസർ മെത്തേഡ് കൊണ്ടുള്ള ടോട്ടലൈസർ വോട്ട് കൗണ്ടിംഗ് മെത്തേഡ് കൊണ്ടുള്ള ഒരു ഗുണം. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇത്തവണ ടോട്ടലൈസർ രീതിയിലുള്ള വോട്ട് കൗണ്ടിംഗ് സാധ്യമാകും എന്ന് രാജീവ് കുമാർ പറഞ്ഞിട്ടില്ല. രാജീവ് കുമാർ പറഞ്ഞ കാര്യം വി വി വിൽ എക്സാമിൻ ഇറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് അതിനെപ്പറ്റി അതിന്റെ സാധ്യതകൾ പരിശോധിക്കും. പക്ഷേ അതിനെപ്പറ്റി ഇത്തവണ അത് നടക്കുമോ എന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ടോട്ടലൈസർ കൗണ്ടിംഗ് മെത്തേഡിന്റെ രീതിയിലുള്ള കൗണ്ടിംഗ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ട് തരത്തിലുള്ള വോട്ട് കൗണ്ടിങ്ങിനും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് ഞാൻ പ്രേക്ഷകരുടെ വിചിന്തനത്തിനായി വിടുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചതുപോലെ ഇലക്ഷനെ സംബന്ധിച്ചുള്ള ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും മനോഹരമായ ഒരു വാരാന്ത്യം ആശംസിക്കുന്നു. നന്ദി.